ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു ദിവസം കൂടെ ദൈവം വചനവുമായി നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്ത ഇതാണ്: അപേക്ഷിച്ചതിനെ നൽകുന്ന ദൈവം. ഹല്ലേലൂയ. അപേക്ഷിച്ചതിനെ നൽകുന്ന ദൈവം. നമുക്ക് വചനഭാഗത്ത് നോക്കാം, അപേക്ഷിച്ചതിനെ ദൈവം നൽകിയോ എന്നുള്ളത്. വചനഭാഗത്തിൽ ഇങ്ങനെ കാണുകയാണ്. 1 ദിനവൃത്താന്തം 4:10 ലാസ്റ്റ് വാക്യത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവനു നൽകി. ഹല്ലേലൂയ. അപ്പൊ അപേക്ഷിച്ചതിനെ ദൈവം നൽകി എന്നുള്ളത്. ഇവിടെ ആർക്കാണ് അപേക്ഷിച്ചതിനെ ദൈവം നൽകിയെന്ന് നോക്കാം. അതിൻ്റെ 9 വാക്യത്തിൽ യാബേസ് എന്നൊരു മനുഷ്യനെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യാബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവൻ്റെ പേരങ്ങനെ വരുവാൻ ഒരു കാരണമുണ്ട്. അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് യാബേസ് എന്ന പേരിട്ടത്. ഹല്ലേലൂയ. എന്നാൽ ആ യാബേസ് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ ആശ്രയം കർത്താവായ ദൈവത്തിലായിരുന്നു. ആ ദൈവത്തിൽ അവൻ വിശ്വസിച്ചു. അവൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു പറയുകയാണ്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നപേക്ഷിച്ചു. ഇവിടെ യാബേസിൻ്റെ അപേക്ഷ നമ്മൾ കേൾക്കണം. ഹല്ലേലൂയ. എന്തായിരുന്നു? ദൈവം എന്നെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. എൻ്റെ അതിർ വിസ്താരമാക്കണം. ദൈവത്തിൻ്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. എനിക്ക് അനർത്ഥം വന്നാലും ദൈവം അതെനിക്ക് വ്യസന കാരണമായി തീരാതെ വേണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. അതാണ് കർത്താവിനോട് അപേക്ഷിച്ചത്. ഹല്ലേലൂയ. നമുക്ക് ഈ ദിവസങ്ങളിൽ അപേക്ഷിക്കണം ദൈവത്തോടെ. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ അപേക്ഷയെ കേട്ട് അതിന് ഉത്തരം നൽകുമെന്നാണ്. യാക്കോബിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്: നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ചണ്ടയിടുകയും ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ യാചിക്കായതുകൊണ്ടാണ് കിട്ടാത്തതെന്നാണ് വചനം പറയുന്നത്. യാചിക്കായതുകൊണ്ട് കിട്ടുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഹല്ലേലൂയ ചോദന ചെയ്യേണ്ടത്: നമ്മൾ ആരോടാണ് യാചിക്കുന്നത്? നമ്മൾ കർത്താവിനോടാണോ യാചിക്കുന്നത്? ഹല്ലേലൂയ. തീർച്ചയായും നമ്മൾ കർത്താവിനോട് യാചിക്കുന്നുണ്ടെങ്കിൽ ആ കർത്താവ് നമ്മുടെ അപേക്ഷയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ യാബേസിൻ്റെ പേര് തന്നെ പേര് മാറ്റിയില്ല. എന്നാൽ അവൻ്റെ ഫ്യൂച്ചറിനെ അവൻ മാറ്റി. അവൻ്റെ ഫ്യൂച്ചർ അവൻ വ്യസനത്തോടെ ഹല്ലേലൂയ അല്ല അവൻ ജീവിച്ചത്. ഹല്ലേലൂയ. ദൈവത്തോടെ പ്രാർത്ഥിച്ചു, ദൈവമേ ഹല്ലേലൂയ നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ബ്ലസ് മീ. ഹല്ലേലൂയ. enlarge my territory. Let your hand with me. Keep me from harm so that I will be free from pain. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ട് ഹല്ലേലൂയ ദൈവം യാബേസിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ നമുക്കും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈ വചനത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഹല്ലേലൂയ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ലഭിക്കുന്നത് നോക്കാം. യാബേസിൻ്റെ സ്വഭാവം പോലെ ഒരു മാന്യനായി നമ്മളെ ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെ ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.